ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ സോളോ ലെവലിംഗ് റൈസ് എന്ന് പറഞ്ഞ ഗെയിം കളിച്ച് നോക്കാൻ പോകുന്നതാണ്. ഈ ഗെയിം നല്ലോണം ഇപ്പോൾ പോപ്പുലറായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഗെയിമിൽ കയറാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്റ്റോറി വന്നിട്ട് ഇവർ ഗെയിമിൽ കയറ്റുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറി ഒന്ന് നോക്കാം. ഇത് ആനിമെ കണ്ടവർക്ക് ഓൾറെഡി അറിയാം ഇതിൻ്റെ സ്റ്റോറിയും സീനും എല്ലാം എങ്ങനെയാണ് പോകുന്നത്. അവർക്കെല്ലാം ഗെയിം അങ്ങ് ഡയറക്റ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റും. The portals that connect our world to the other dimension are called gates. Beyond these gates are dungeons where evil creatures lurk. The awakened beings who hunt down these creatures are called hunters. Hey, Sung, thanks for coming. Of course. Looking forward to it as always. Sup, Sung? Hey, how are ya? Who's that? Everyone's so happy to see him. Well, his nickname is the weakest hunter of all mankind. He's probably the weakest of us all. I'm Sung Chinu, E rank. I'm embarrassed to call myself a hunter. People call me the weakest hunter of all mankind. All right then, let's head in. Let's move! You coming, Gino? I'm gonna give it my all. Everyone already went inside? I'm going to have to catch up. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം സ്റ്റാൻഡേർഡ് ഒരു RPG ഗെയിം പോലെ തന്നെയാണ്. ഇതിൽ ഒരു സൈഡിൽ ഡി പാഡും മറ്റേ സൈഡിൽ അറ്റാക്ക് മൂവും. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ അറ്റാക്സും ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡാഷ് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡാഷ് ചെയ്ത് അങ്ങോട്ട് പോയി നോക്കാൻ പോകുന്ന അവിടെ എത്തിയ ശേഷം ഇപ്പോൾ ഒരു ലിസർഡ് മാൻ വന്നിട്ടുണ്ട്. ആനിമയിൽ ഗോബ്ലിൻ ആണ്, പക്ഷേ ഇതിപ്പോൾ ലിസർഡ് മാൻ എന്താണെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് ആ ലിസർഡ് മാനെ തോപ്പിക്കണം. പക്ഷെ അറ്റാക്കൊന്നും തന്നിട്ടില്ല, തരുവായിരിക്കും. ഇപ്പോൾ അടുത്തെത്തുമ്പോഴേക്കും ചിലപ്പോൾ അതാ ഇപ്പോൾ അറ്റാക്ക് വന്നു. നമ്മളിപ്പോൾ അറ്റാക്ക് പറ്റാൻ പറ്റിയിട്ട് കൊല്ലാൻ പോകുന്ന അറ്റാക്ക് മറ്റേ സ്റ്റാൻഡേർഡ് സഞ്ചിങ് മൂവിൻ്റെ മറ്റേ സ്ലാഷിങ് അറ്റാക്സ് അത്രയാണ്. All right. അതോടെ നമ്മൾ ആ ലിസർഡ്മാനെ കൊന്നു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, നമുക്ക് കൊല്ലാൻ നോക്കാം. ഇപ്പോൾ നമുക്കൊരു ബേസിക് സ്കില്ല് വന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ച് നമ്മളിപ്പോൾ കൊല്ലാൻ പോകുന്ന ഒരു എക്സ്ട്രാ സ്കില്ലും ഉണ്ട്. കാണുമ്പോൾ ഷൂട്ടിങ് പോലെ, പക്ഷെ ആണോ എന്നറിയില്ല. ഇപ്പോൾ നമുക്ക് നമ്മളെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്, സ്റ്റീലർ മറ്റേ അനിമയിലില്ല തന്നെ. ഇപ്പോൾ കൊന്നു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യേണ്ടത് നോക്കാൻ പോകണം. ഇത് കറക്റ്റ് ഒരു ആനിമയിൽ അതേപോലെ അല്ല, പക്ഷെ എന്നാലും നല്ലോണം സിമിലറാണ്. ഇതാപ്പോൾ ലിസർഡ് ബോസാണെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ ബോസിനെ പോയി കൊല്ലണം. ആദ്യം തന്നെ ഈ മൂവ് അറ്റാക്ക്. ഓക്കെ, അത് ലോങ് റേഞ്ച് അല്ല, നമ്മൾ അടുത്തൊരു അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് അടുത്ത് പോയാൽ കൊല്ലുമെന്ന് ഡൗട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മളെ പെണ്ണിനെ ഉപയോഗിക്കാം. ഇപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ ലീഡർ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ കൊന്ന് ഫൈനലി. ഇനി നെക്സ്റ്റ് ടൈം എന്താ നടക്കുമെന്ന് നോക്കാം.
ഇപ്പോൾ ലോഡാവുന്ന ഇത് ലോഡായ ശേഷം അത് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നു. മറ്റേ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പ്ലെയറായിട്ട് റിക്വസ്റ്റെല്ലാം വരുന്നത്. അപ്പോൾ അത് നോക്കാം നമുക്ക്. I don't think I've ever seen a door before. Let's go in. The torch is lit up. Nice. I've never seen anything like this dungeon. Is that the boss? Oh, what? The door's closed. What I saw inside that gate showed me what it really means to be afraid. Over here. Mr. Song, take Dewey and leave this place. I'm sorry. ആനിമെ കണ്ടവർക്കും വായിച്ചവർക്കും എല്ലാവർക്കും ഇതിൻ്റെ കഥയിൽ ഓൾറെഡി അറിയാം. അപ്പം ഇത് കൂടുതലെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്യാം. വേണമെങ്കിൽ കാണാം. ചെറുങ്ങനെ മാറ്റങ്ങളേ ഉള്ളൂ, അത് വലിയ മാറ്റമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സീനാണ് മറ്റേ ഐക്കോണിക് പ്ലെയർ ആവുന്ന സീൻ ചൂസ് ചെയ്യാൻ വേണ്ടി മറ്റേ മയക്കുന്നെല്ലാം വന്നിട്ടുള്ളതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ പ്ലെയർ ആവേണ്ട ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കത് അക്സെപ്റ്റ് അടിച്ചിട്ട് ഇനി എന്താവുക നോക്കാം. ഓക്കെ, നമ്മൾ പ്ലെയറായി. ഇനി നമുക്കൊന്ന് മറ്റേ അനിമയിലെ പോലെ തന്നെ തിരിച്ച് ഹോസ്പിറ്റലിലെത്തും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് മിഷൻ പോലിക്കുന്ന സ്ക്രീനിലെത്തി. സെക്കൻഡ് ചാൻസ് ആണ്. നമുക്ക് അത് അമർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സെക്കൻഡ് ചാൻസ് ട്രെയിൻ ടു പിക്ക്. നമ്മൾ മറ്റേ ട്രെയിനിങ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിലെത്തുന്ന സീനെത്തി. ഇത് വേണമെങ്കിൽ അറിയുന്ന ആൾക്കാർക്കെല്ലാം സ്കിപ്പ് ചെയ്യാം. A dream? A hospital? So you've regained consciousness. Who are you? I apologize if we startled you. I've been asleep for 3 whole days? ഇത് മറ്റേ ആനിമയിലെ പോലെ തന്നെ അവൻ ഉറക്കത്തിലാണ്. അതിലും പിന്നെ ഓനാണ് രക്ഷപ്പെട്ട് അതിൻ്റെ എല്ലാം അറിവ് കിട്ടുന്നതിൻ്റെ ആ സീനാണ് ഇത്. അങ്ങനെ ആനിമേഷൻ ഇതിലൂടെ സ്റ്റോറി മോഡല്ലാണ്ട് മാങ്ക പോലെ അല്ലാണ്ട് വന്നിട്ടുണ്ട്. ആനിമ പോലെയല്ല നടക്കും. But by the time we got there, the monsters were already gone. You were. That's impossible. That's why this is a mana meter. All you have to do is place your hand on top of this essence stone here. How are the results? I think we've taken up too much of your time. What the? Getting me excited for no reason. Ginu, are you up? Do you know how worried I was? I told you to be careful.
If you get her one more time. Hey, Gina. When you have... I have no. You have... Huh? Congrats. Anyway, I'll be off. Get some rest, Gina. What is all this? How am I supposed to do any of this in a hospital bed? I'll think about what this means after I get some sleep. ഓക്കെ, മറ്റേ നമ്മളെ ഡെയിലി ക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട്, മറ്റേ പെനൽറ്റി ഉണ്ടെന്ന് കഴിഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ പെനൽറ്റി കിട്ടിയെന്ന് തോന്നും മറ്റേ അനിമയിലെ ആദ്യത്തെ എപ്പിസോഡ് പോലെ തന്നെ. ഇനി പെനാൽറ്റി കിട്ടിയിട്ട് നമ്മൾ ഇനി എന്താ മറ്റേ ഒരു മോൺസ്റ്റർ വരുന്നുണ്ട് നമ്മളെ കൊല്ലാൻ. എൻ്റെ അതിനെ നമ്മൾ ഓടി രക്ഷപ്പെടുകയുണ്ട്. ഗെയിം ഇപ്പോൾ കയറി നമ്മളിപ്പോൾ ഇനി ഓടി അവരെ രക്ഷപ്പെടണം. ഡാഷ് ബട്ടൺ ഉണ്ട്, ഡാഷ് ബട്ടൺ ഉപയോഗിച്ച് എസ്കേപ്പ് ചെയ്യണോ. അവർ അറ്റാക്ക് ഒരു റെഡ് ലൈൻ പോലെ വരുന്നുണ്ട്, അപ്പോൾ എസ്കേപ്പ് അടിക്കണം. അത്ര തന്നെ. ആ കൗണ്ടർ വണ്ണെത്തുന്നവരെ നമ്മളങ്ങ് ഓടി കളിക്കണം. Penalty quest? Is this a joke? It's been 4 days since I regained consciousness. Firstly, the screen I see in front of me, I can see it crystal clear, but nobody else can. This strange phenomenon has taken control of me. Come to think of it, I wonder if I'm going to get something useful this time. I get a random loot box every time I complete. It's time to figure out what this is. If all this is a sign of reawakening. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റേ ഡഞ്ചൻ കീ കിട്ടിയിട്ടുണ്ട്. ഇനി ഡഞ്ചനിൽ കയറിയിട്ട് മറ്റേ വുൾഫിനെല്ലാം കൊല്ലേണ്ട ക്വസ്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതങ്ങനെ പോകുന്ന അത് നമുക്ക് ചെയ്തിട്ട് പിന്നെ അസാസിൻ ആവാൻ പറ്റുമായിരിക്കും. നെക്സ്റ്റ് വുൾഫ് അസാസിൻ. അപ്പോൾ നമുക്ക് ഈ മിഷൻ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിവിടെ വെപ്പൺ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു സോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് വെപ്പണായിട്ട് എടുക്കാം. എന്നിട്ട് അത് എക്വിപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം ഡഞ്ചനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. എക്വിപ്പ് ചെയ്യുന്ന മുമ്പും എക്വിപ്പ് ചെയ്ത ശേഷം എങ്ങനെയാണ് ഇവനെ അറ്റാക്ക് ചെയ്യാമെന്നെല്ലാം കാണിക്കുകയായിരുന്നു. ഇപ്പോൾ നെക്സ്റ്റ് ഇനി അറ്റാക്കിൻ്റെ സ്പെഷ്യൽ മൂവെല്ലാം കാണിക്കാം. നമുക്കിനി എൻ്റർ ചെയ്യാം. ഇത് ലോഡാവുന്ന ആദ്യത്തെ സമയം എടുക്കും. അപ്പോൾ കൺട്രോൾ ഫോർമാറ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്കത് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് എത്തിയൂടെ ഇഷ്ടം. അപ്പോൾ ഒരു സർക്കിൾ പോലെ. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ ഡഞ്ചൻ്റെ അങ്ങോട്ട് പോകുന്ന നമ്മളിപ്പോൾ മാനുവലിൽ നിന്ന് സെമി ആക്കിയിട്ടുണ്ട്. സെമിയിൽ തന്നെ ഓടുമെന്ന് തോന്നുന്നു. അറ്റാക്കും കുറേയെല്ലാം അവർ തന്നെ ചെയ്യും. നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ മൂവെല്ലാം ഉപയോഗിച്ച് അങ്ങ് അറ്റാക്ക് ചെയ്യാം. ലോങ് റേഞ്ച് മൂവ് ഇല്ല, അതൊരു പ്രശ്നമാണ്. പക്ഷേ ആനിമേലും ഇല്ലാന്ന് തോന്നുന്നു. Get out of my way! Get out of my way! അപ്പോൾ ഒന്നൊന്നായിട്ട് നമ്മളെല്ലാവരെയും കൊല്ലുന്ന ഇതിനെയും കൂടെ തീർക്കാനായി. ഇനി ഇത് ലെവൽ 2 ആണ്. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഫൈനൽ അറ്റാക്ക് മൂവ് വഴി തീർത്ത്. ഓക്കെ, ഇനി ബോസ് വന്നിട്ടുണ്ട്. റെഡ് മീൻ ലൈക്കൺ. നമ്മളിനി ഇതിനെ കൊല്ലാൻ നോക്കണം. ഇതിലെല്ലാ മൂവ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കൊല്ലേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മരിച്ചോ.
Get out of my way! ഫൈനലി ഇത്രയും പ്രാവശ്യം അറ്റാക്ക് ചെയ്തിട്ട് നമ്മൾ ഫൈനലി ക്ലിയർ ചെയ്ത് വിക്ടറി കിട്ടിയെന്ന് നമുക്ക് മാച്ചായി. ഇനി നമ്മൾ മെയിൻ സ്ക്രീനിലോട്ട് പോവുമായിരിക്കും ചിലപ്പോൾ. നോക്കാം. നമുക്ക് റാങ്ക് എ ആയി, സ്കോർ കിട്ടിയിട്ടുണ്ട്, ലെവൽ കൂടിയിട്ടുണ്ട്, കുറേ സാധനങ്ങളെല്ലാം മെറ്റീരിയലും കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ സ്പിൻ ചെയ്യാനും അതിനെല്ലാം വേണ്ടി വരുമായിരിക്കും. ഇനി നമുക്ക് ഇതിപ്പോൾ ടാപ്പല്ല ഇത് എക്സിറ്റാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് മിഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ സ്റ്റാറ്റ്സ് മറ്റേ ആനിമയിലെ പോലെ തന്നെ സ്റ്റാറ്റ്സ് കൂട്ടാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാറ്റ്സ് ഒന്ന് അമർത്തിയിട്ട് അവർ പറയുന്ന പോലെ സ്റ്റാറ്റ്സ് കൂട്ടിയിട്ട് എൻ്റർ ചെയ്ത് നോക്കാം. Looks like I get to become stronger. Watch. I can't leave this dungeon. If this... No, there's nothing to... ഓക്കെ, അപ്പോൾ നമ്മൾ ഗെയിമിൽ കയറി നമ്മളിനി മറ്റേ കുറേ ലൈക്കൺ വുൾഫിനെ കൊല്ലണം. അതന്നെ ചെയ്തുകൊണ്ട് കുറേ അറ്റാക്ക് ചെയ്ത് അതെല്ലാം തീർത്ത ശേഷം നമുക്ക് മറ്റേ കസാവിനെ കൊല്ലേണ്ടി വരും തോന്നുന്നു. മറ്റേ അതിലെ പാമ്പ് ആനിമേലിലെ. Come to a realization. If I give up here, I'll die for nothing. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കൊരു ബോസ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു മറ്റേ പാമ്പിനെ കൊല്ലുന്ന മുമ്പ്. അതിന് നമുക്ക് അറ്റാക്കെല്ലാം ഉപയോഗിച്ച് കൊന്നിട്ട് കസാഖിൻ്റെ അടുത്ത് എത്താം. I'll gladly follow these ridiculous rules. I won't lose. Get out of my way! This is my last chance. It all depends on me. Get out of my way! ഫൈനലി ഇത് തീരാനായി. ഓക്കെ, മോൺസ്റ്ററിനെ നമ്മൾ കൊന്ന്. ഇനി നെക്സ്റ്റ് മറ്റേ ആനിമയുടെ സീനായി, മറ്റേ നമ്മൾ വുൾഫ് അസസിനായ സീനാണ്. നെക്സ്റ്റ് ഇത് നമുക്ക് കഴിഞ്ഞ ശേഷം ചിലപ്പോൾ നമുക്ക് താരം പോകേണ്ട ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും. എൻ്റെ പിന്നെ ആ പാമ്പിനെ കൊല്ലേണ്ടിയും പിന്നെ ആ പാമ്പിനെ കൊന്നിട്ട് നമുക്ക് ആ സഞ്ജിങ്ങുവിൻ്റെ ഐക്കോണിക് ഡ്രാഗൺ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതോടെ തന്നെ നമ്മളെ മിഷൻ കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് മിഷനിലേക്കും ചിലപ്പോൾ അത് കൊല്ലണ്ടിയോ അതെല്ലാം വരുവാന്ന് തോന്നുന്നു. ഇത് ആനിമേൻ്റെ അതേ അക്കോർഡിങ് ഒരു പേസിൽ തന്നെ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവരെ തന്നെ ചില സ്പെഷ്യൽ മോൺസ്റ്റേഴ്സിനെ ഇറക്കുന്നുണ്ട്. മറ്റേ ബോസിലൊരു ആ വുൾഫിൻ്റെ ഒരു പുതിയ ബോസ് വന്നതും പിന്നെ ആദ്യത്തെ എല്ലാവരും ലിസർമാനല്ലോ. അപ്പോൾ നമ്മൾ ലോഡ് ചെയ്തിട്ട് മിഷൻ സ്ക്രീനിലോട്ട് പോകാൻ പോകുന്നത്. എൻ്റെ മിഷൻ സ്റ്റാർട്ട് ചെയ്യണം. നെക്സ്റ്റ് മിഷൻ എനിക്ക് തോന്നുന്നത് സ്റ്റോറി വൈസ് ആണെങ്കിൽ ആ ബ്ലൂ വെനം സ്നേക്കിനെ കൊല്ലണ്ടിയേക്കും. അതേ ഇതിൽ ഓപ്ഷൻ റിവാർഡിൽ കാണിക്കുന്നുണ്ട് മറ്റേ ആ കസാഖേൻ്റെ ഫാങ് അല്ലെങ്കിൽ ഡാഗർ തരുന്നുണ്ടെന്ന്. അപ്പോൾ ചിലപ്പോൾ ഇതിൽ തന്നെയായിരിക്കും നമുക്ക് പാമ്പിനെയും കൊല്ലേണ്ടി വരിക. ഇനി അത് സ്റ്റാർട്ടാക്കി നമ്മൾ ഗെയിമിൽ ലോഡായിട്ടുണ്ട്. നമുക്കങ്ങ് പോയി നോക്കാതെ ഇത് മറ്റേ ഡഞ്ചനിൽ താരം ഇറങ്ങിയിട്ടില്ല, ട്രെയിൻ സ്റ്റേഷൻ. ഓക്കെ, ബ്ലൂ വെനം ഫാം കസാഖേനെ കിട്ടിയിട്ടുണ്ട്. അതിനി അറ്റാക്ക് ചെയ്യാൻ വരാമെന്ന് എങ്ങനെയാണ് നടക്കുകയെന്നറിയില്ല, നമുക്ക് നോക്കാം. The dungeon boss. അപ്പോൾ ഇതിന് കുറേ ഹെൽത്ത് ഉണ്ട്, അതിപ്പോൾ പ്രശ്നമാവും. നമുക്ക് കുറേ സമയം അറ്റാക്ക് ചെയ്യേണ്ടി വരും. നമുക്കപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കാതെ മരിക്കുന്നവരെ നമുക്കപ്പോൾ അറ്റാക്ക് ചെയ്യാം. സ്പെഷ്യൽ അറ്റാക്കും എല്ലാ അറ്റാക്കും ഒരുമിച്ച് ഉപയോഗിക്കാം. കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല, നമുക്ക് ഗെയിം കളിച്ച് പഠിക്കാം. It all depends on me. I have to be stronger. I came all this way to become stronger. Get out of my way!
This is my chance! ഓക്കെ, അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ബട്ടൺ ഒരു അമർത്തിയപ്പോൾ നമ്മളിപ്പം മറ്റേ ഈ സീനിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടല്ലേ ഓടിപ്പോയി അതിനെ കൊല്ലുന്നത്. അതിനിപ്പോൾ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുന്ന ഫൈനൽ അറ്റാക്ക് കൊടുത്തിട്ട് ആനിമയിലെ പോലെ തന്നെ ഓക്കെ നമ്മൾ അതിനെ കൊന്ന് നമുക്ക് ബ്ലേഡും കിട്ടി. അതോടെ നമ്മൾ ഈ ഡഞ്ചനും കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റ് ഓരോ മിനിറ്റ് നമുക്ക് 5 സ്റ്റാറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഡാഗറും കുറേ സോഡും കുറേ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കളക്ട് ചെയ്ത് എക്സിറ്റ് ചെയ്യുന്ന ഇപ്പോൾ ലോഡിങ് സ്ക്രീനില്ല. നെക്സ്റ്റ് ഇനി മിഷൻ നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 നോക്കാം. ഇനി എന്തെല്ലാം ഇല്ലേന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ലോഡിങ് സ്ക്രീനിലുണ്ട്. ഓക്കെ, ഒരു പുതിയ ഫീച്ചർ കിട്ടി ഡ്രോ എന്ന് വന്നിട്ട് അത് നമുക്ക് അമർത്തി നോക്കാം എന്താവാന്ന്. നമ്മളത് ലോബിയിൽ പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ലോബിയിലെത്തി സൗത്ത് കൊറിയ ഹണ്ടേഴ്സ് അസോസിയേഷൻ മറ്റേ സ്റ്റോറിയാണെന്ന് തോന്നുന്നു. Hello, I'm Imha Jin, the new hire. We're rolling out a brand new app for hunter registration. Have you? It's news to me. അപ്പോൾ ഇവിടെ ഉണ്ട്, അവർ നമുക്ക് ന്യൂസ് ഉണ്ടെന്നെല്ലാം പറയുന്നത്. നമുക്ക് ആൾക്കാർ റിക്രൂട്ട് ചെയ്യാമെന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ കൂടെ വന്ന് അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് ഡ്രോ ചെയ്ത് നോക്കാം. ഇവനെയും പിന്നെ ഈ മറ്റേ ഗിൽഡ് ലീഡറിനെയും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കങ്ങ് ഡ്രോ അമർത്താം, പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അവൾ ഡ്രോ ചെയ്യുന്നതിൻ്റെ ആനിമേഷൻ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡാഗർ കിട്ടിയിട്ടുണ്ട്, ഒരു ബോവും കിട്ടി. ബോ 6 ക്രിയേറ്റഡ്. അപ്പോൾ എന്തെങ്കിലും ലെവൽസ് ഉണ്ടാവുമായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ക്യാരക്ടറിനെയും കിട്ടി. ഓക്കെ, ഒരു സോഡ് 6 എല്ലാം 6ആന്ന് തോന്നുന്നു. ഒരു സ്റ്റാഫ് 6ഉം അതിൽ ലെവൽസാന്ന് തോന്നുന്നു ഓരോ വെപ്പൻ്റെ. ഓക്കെ, ഒരു സോഡ്, ഒരു ഹാച്ചറ്റ് കിട്ടി. ആക്സ് പോലെ തന്നെ ഇല്ല, ഹാച്ചറ്റ് ഒന്നുകൂടെ കിട്ടി. ഇത് ഫുള്ള് ഇതാണല്ലോ. ഓക്കെ, വീണ്ടും അതന്നെയാണ് കിട്ടിയത്. അപ്പോൾ എനിക്കൊന്ന് ഓക്കെ കുറേ അതന്നെയാണ് കിട്ടിയത്. പിന്നെ ഇവനെയും ക്യാരക്ടറിനെയും കിട്ടി, ബോവിനെയും കിട്ടി, ഡാഗറിനെയും കിട്ടി. ഇനി നമുക്കപ്പോൾ ഇവിടെ നിന്ന് ക്വിറ്റടിക്കാം, ലോബിയിൽ നിന്ന് മാറാം. നമുക്കിപ്പോൾ ഇവർ എന്തെല്ലോ പറയുന്നുണ്ട്. ഓ, അപ്പം നമുക്കത് നമ്മളെ നിക്നെയിം ഇടുന്നത് തന്നെയാണ്. അപ്പം നമുക്കങ്ങ് നമ്മളെ നിക്നെയിം അടിക്കാം. ഇത് ആനിമേഷൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗെയിം. ഓക്കെ, നമുക്ക് ഇതിൽ നമ്മളെ നിക്നെയിം AJ ഗെയിമിംഗ് എന്നിടാം. എൻ്റെ അത് എൻ്റർ അടിക്കാം. ആരും എടുത്തിട്ടില്ല നീക്ക് നോക്കാം, ആരും എടുത്തിട്ടില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റോറിയും മോഡൊന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കളിയും ഗെയിം പ്ലേയിലും നെക്സ്റ്റ് പാർട്ട് കാണിക്കാം.